എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക. മര്യാദക്ക് ഗുണ്ടാപ്പിരിവെന്നോ ഇല്ല, എന്റെ സ്വഭാവം എല്ലാം അറിയും. പ്രസന്നേ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ കുടുംബശ്രീയുടെ കമ്മിറ്റിക്ക് വന്നിട്ട് ഒരു ലിങ്കേജ് ലോൺ ചോദിച്ചപ്പോ എന്നോട് എന്നാ പറഞ്ഞ്, സ്ത്രീകൾക്ക് മാത്രമേ ലോൺ കൊടുക്കത്തുള്ളൂ. ഈ മീശയും വെച്ച് ഞാൻ ഇളിപ്പിനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മര്യാദക്ക് പിരിവ് തന്നോണം, ഇല്ല എല്ലാത്തിനും മര്യാദക്ക്. പ്രസന്നയ്ക്ക് വേറെ വെച്ചിട്ടുണ്ട്. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക. മുണ്ടാ പിരിവ് തരാത്ത ഒരുത്തരം ഞാൻ വരത്തില്ല. അറിയോ ആരാ പറയണമെന്നറിയാമോ? കേട്ടോ, കുത്തിയെടുത്ത് സുഖമല്ലല്ലോ, വേദനയില്ലേ? കുത്തിയെടുത്ത് സുഖമല്ല, കുത്തിയെടുത്ത് സുഖു. അതെന്റെ പേരാണോ? ഓ, പേരായിരുന്നോ? ഹലോ 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 കച്ചിത്തുറു, ശ്രദ്ധിക്കൂ. എന്നാ പ്രശ്നം? ആരാണോ ഇതൊക്കെ മനസ്സിലായില്ല? ഇല്ല. എടോ, ഈ നാട്ടിലെ ഡോണാണ് ഞാൻ. ഡോൺ. ഇള ഞാൻ കണ്ടിട്ടുണ്ട്. അറിയാമോ സാറിന്? അറിയാമോ? എന്റെ കൂട്ടുകാരൻ തോമസിന്റെ മോടെ കല്യാണത്തിന് ആകാശത്തോടെ 4 കാലം പറന്നു നടക്കുമായിരുന്നു ഇള്. എനിക്ക് ഡ്രോ ഇല്ല. ഡ്രോ ഇല്ലേ? പറഞ്ഞ പോലെ സുഹൃത്തെ, എന്റെ വീട്ടിൽ എന്തോരം ഡ്രോ ഉണ്ട്. ചെറിയ പാട്ട് വിലക്ക് ഞാൻ കൊണ്ടുതരും. നല്ല പോളിഷ് ചെയ്തെടുത്താൽ മതി, എല്ലാ സാധനവും സേഫ് ആയിട്ടിരിക്കും. ഡ്രോ അല്ലെന്ന്. പിന്നെ ഡോൺ മലയാളത്തിൽ പറഞ്ഞാൽ ഗുണ്ട, സുരേഷ് ഗോപിയുടെ ഭാഷയിൽ ഗൂണ്ട. ഇത് ഡോ ഒന്നുമല്ല, ഇത് വെറും ഡൗൺ ആണ്. ഡൗൺ അത്. അങ്ങനെ ആരെങ്കിലും ഒരാളെ തല്ലി ഡോണായവനല്ല ഞാൻ. പിന്നെ എന്നെ തല്ലിയ 30 പേരും ഡോണായിരുന്നു. ഞാൻ 30 പേരും ഡോണാന്നല്ലേ? അത് ഒറിജിനലി എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയാം. ഇതാണോ ഗുണ്ടെന്ന് പറയുന്നത്? നിനക്കെന്റെ ഉറുമി കാണണോ? ഉറുമി തന്നെയാണ്, പൃഥ്വിരാജിന്റെ അല്ലേ? എവിടെ? പ്രഭുദേവ് അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ചമ്മയ്ക്കുവാണല്ലോ. ഉദയനന്റെ ഉറുമി. അത് ശരി, അപ്പൊ മോഷണം ഉണ്ടല്ലേ? വെച്ച് ഉറപ്പിക്കുന്നില്ലേ ഞാൻ കേട്ടോ? ഇനി സംസാരമില്ല. എനിക്ക് ഹത്ത വേണം. ഹത്ത കിട്ടാതെ ഞാൻ പോത്തില്ല. സംഭവം ഞാൻ കാണിച്ചു തരാം. കേറി എടുക്കണം. നിങ്ങൾ പറഞ്ഞ തത്തയല്ലേ? പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ ഗുണ്ടിപ്പതിവ്, ഹിന്ദിയിൽ പറഞ്ഞാൽ ഹഫ്ത. അപ്പൊ ഹിന്ദിയൊക്കെ അറിയാവോ? എനിക്ക് അറിയാവോ? ബോംബെ അധോലോകം കിടുകിട ഉറപ്പിച്ചിരുന്നു. ഞാൻ കുറെ നാൾ ബോംബെയിലല്ലായിരുന്നു. ബോംബെയിലൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ടോന്നോ? ബോംബെയുടെ ഒരറ്റം കടലായിരുന്നു. അപ്പൊ മറ്റേ അറ്റോ? മറ്റേ അറ്റം ബോംബെ. കടലാകുമ്പോ ഇങ്ങനെ അറ്റം ബോംബെയിലെ ഉണ്ടാവും. ആ ബോംബെയിലെ പ്രശസ്തമായ തനിക്ക് പറ്റും. നിന്നെ കൊണ്ടത് പറ്റും. ഈ റെയ്ഡ് നടക്കുന്ന ഒരു സ്ഥലം. റെയ്ഡ് നടക്കുന്ന സ്ഥലം ലോഡ്ജ്. ശരിക്കും താൻ ബോംബെയിൽ എവിടായിരുന്നു? പറഞ്ഞിട്ട് ശരിയാകാത്ത സ്ഥിതിക്ക് ഞാൻ ബോംബെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പോകാനായിട്ട് ഭാഗം നോക്കി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ചെന്നതാ. ഞാൻ ചെല്ലാനും ജയന്തി ജയന്ത പോകാൻ. എന്നിട്ട് ഞാൻ ആ ഭാഗം നോക്കി ചെല്ലാനത്തുള്ള അമ്മാവിന്റെ വീട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്ന ടൈം മിസ്സാക്കിയ ഗുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കത്തില്ല. പൈസ നിങ്ങൾ തോന്നിവാസം കാണിക്കലോട്ടോ. ഒരു കട ഇവിടെ തുറഞ്ഞോളൂ, പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് പൈസ തരും? ആകപ്പാടെ നേരം എടുത്തിട്ട് 5 കിലോ കേക്കേ പോയിട്ടുള്ളൂ. 5 കിലോ കേക്കോ? 1 കിലോ കേക്കിന് എത്ര രൂപ? 700 രൂപ. 7, 35, 3500 രൂപ ഉണ്ടല്ലോ. 3500 രൂപയോ? രാവിലെ 5 കിലോ കേക്ക് പോയെന്ന് നീയാ പറഞ്ഞത്. 5 കിലോ കേക്ക് എടുത്തോണ്ട് വന്നപ്പോ കയ്യിന്ന് പോയെന്ന് പറയുക. എടുത്തോണ്ട് വന്നപ്പോ കയ്യിന്ന് പോയ 5 കിലോ കേക്ക് സൂക്ഷിക്കണ്ട. സൂക്ഷിക്കാൻ മുതലാളി. മുതലാളി ഗുണ്ടേ. 1 മണിയായി. ആ നിൽക്കുന്നവന് കേക്ക് കൊടുത്തിട്ട് എനിക്ക് എന്റെ പൈസ മേടിച്ചതാ. പുള്ളി മേടിക്കുന്നു. ഞാൻ എപ്പോ കേക്ക് മേടിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു കേട്ടോ. എനിക്ക് തനിക്കെന്നെ അറിയത്തില്ല കേട്ടോ. നിനക്ക് എന്നെ അറിയത്തില്ല. കുറെ കേക്ക്. എനിക്കിപ്പോ കേക്ക് വേണ്ട. വേണ്ട. നീ കേക്ക് മേടിച്ച് കേക്ക് കൊണ്ട് തിന്നണ്ടേ? നിന്നെ ഞാൻ വിടുള്ളൂ. ഞാൻ തിന്നത്തില്ല. എനിക്ക് തിന്നാൻ പറ്റത്തില്ല. കേക്ക് എനിക്ക് തിന്നാൻ പറ്റത്തില്ല സുഹൃത്തെ. നീ തിന്ന പല്ലടിച്ച് കാണിക്കണം. 750, 850, 900. കണ്ടോടാ, ഒറ്റടിക്ക് 1000 വരെ നക്ഷത്ര എണ്ണി വീണ് കിടക്കുന്നത്. അത് നക്ഷത്ര എണ്ണിയതല്ല, പുള്ളിക്ക് ഷുഗർ 650 ആയിരുന്നു. ഇപ്പൊ 1000 ആയെന്ന് പറഞ്ഞതാ. എന്ത് ആകട്ടോ, ഇനി എനിക്കെന്താണോ ഇത്? എത്ര കണ്ടതായ ഗുണ്ട. ഇത് ആരായി തല്ലുകൊണ്ട് വീണ് കിടക്കണം? ആരായി? എനിക്കെന്താണോ? എടോ, ഇത് റിട്ടയർഡ് ജഡ്ജിയാണിത്. പഠിക്കണ്ട. റിട്ടയർ അല്ലേ? പ്രശ്നമില്ല. സുപ്രീം കോടതി വരെ പിടിപാടുള്ള കക്ഷിയാണ് ഈ
കിടക്കണത്. തൂക്കുകയറ് ഉറപ്പാണ്. എന്നാ തനിക്ക് തൂക്കയറ് ഉറപ്പാണ്. ചെല്ലറ വഴി തൂക്കിയൊന്നുമില്ല. കുറച്ച് സമയം ഞാൻ ചെരുപ്പ് ഊരിട്ട് കയറി അപ്പ തൂക്കും. അന്നാ എന്നെ തൂക്കാൻ പറ്റില്ല. ഞാൻ ചെരുപ്പൂരത്തില്ല. പറയണം കേട്ടോ. ഈ ചെരുപ്പൂരിന്റെ കോമഡി അവിടെ ചെല്ലുമ്പോ പറയണം. എടോ എന്തെങ്കിലും ചെയ്യണത് മൊത്തം വിഷയാണ്. അങ്ങുന്നേ എഴുന്നേക്കേമാനോ ആദ്യം എടാ പോടാ വാടാന്നൊക്കെയാണല്ലോ ഇയാൾ പറഞ്ഞത്. അത് പുറത്തേക്ക് വന്നു. എന്റെ ഉള്ളി മുഴുവൻ അങ്ങൊന്നും ഏമാനും അങ്ങുന്നേ കിടന്നത് മതി. വെള്ളം എടുക്കാം. നോക്കട്ടെ. നീ എന്നാടാ പറഞ്ഞത്? എന്നെ ചെന്ന് ചെരുപ്പൂര ഉടനെ തൂക്കുന്നു. തൂക്കടാ എന്നെ തൂക്കടാ. ഓ ഇപ്പൊ കുതിര കയറുവാണല്ലേ. ഒരുത്തന്റെ മുന്നിൽ മുട്ട് കിടക്കുന്നു. എല്ലാം സുഖം കൊണ്ടാ കെട്ടോ. സ്കൂള് വിട്ടുവിട്ടത് എവിടെ കിടന്ന് ഷോ കാണിക്കില്ലേ? 10 കച്ചവടം നടക്കുന്ന സമയം പിള്ളേര് വന്നു തുടങ്ങി. ഇവിടെന്നാ ഏത് കുഞ്ഞാവയോ? സംഭവം നിങ്ങളാ തലക്കെട്ടടിച്ചില്ലേ? പുള്ളിയുടെ റിലേ പോയി, കിളി പോയി. അയ്യോ മാമ. ഇയാടെ പേരെന്നാ പറഞ്ഞേ? പ്രഭാകരൻ പിള്ള. ഒറ്റടിക്ക് പ്രഭാകരൻ പോയി, പിള്ളയായി പോയി. ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ചുമ്മാ അടിയും കൊടുത്തിട്ട് ഐസ്ക്രീം ഇവിടെ ഉണ്ട്. സൈക്കിളിനകത്തിരിക്കുന്ന ജീരകമുട്ടായി ഈ ബേക്കറിയിൽ ഇല്ല. ഇവിടെ ഉണ്ട്. കൊച്ചു പിള്ളേരെല്ലാം ചോദിച്ചു ഓട്ടെന്ന് ചാടി കയറാൻ പറയാവൂ. ഇല്ലെന്നേ പറയാവൂ. ഞാൻ സത്യസന്ധമായിട്ടേ പറയുള്ളൂ. ഹരിചന്ദ്ര ജീരകമുട്ട മേടിച്ചേരാ. എന്നതാ? ഒരു ഗുണ്ടൻ ജഡ്ജിൽ നിന്ന് കാണിക്കണം. എനിക്ക് ലൈസൻസ് ഇല്ല. കടവന്ത്ര സൗത്ത് ജെട്ടി മേനക വഴി കലൂര്. കേൾക്കാൻ മേലാട്ടോ. ബസ് സ്റ്റോപ്പിൽ കേൾക്കാൻ പറ്റുന്നില്ല. കടവന്ത്ര സൗത്ത് ജെട്ടി മേനക വഴി കലൂര് കേട്ടാ പട്ടി. കൊണ്ടുപോട്ടോ. എടാ നീ കാണുന്നില്ല ഒരു ഗുണ്ടാ ഞാൻ കിടന്ന് മെഴുകുന്നത്. ഇയാളെ വിളിച്ചു വരുത്തിയതല്ലേ? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി പറഞ്ഞു. ഞാൻ നോക്കിട്ട് ഒറ്റ വഴിയുള്ളൂ. ഈ സാധനത്തിന് ഇപ്പൊ തന്നെ കൊണ്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ 25 വർഷം കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ജഡ്ജി ആക്കി. അയ്യോ സൗത്ത് ജെട്ടി മേനക വഴി കലൂര്. ആ വണ്ടി എവിടെ ചെന്ന് കേറുവോ എന്തോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.